ഒന്ന് വേഗം എടുത്തു വെക്കടാ. വണ്ടി എടുക്ക്. എന്താ എല്ലാരും മന്ദബുദ്ധി പോലെ നിൽക്കുന്നേ? ഇന്നലെ അടിച്ച് കെട്ടൊന്നും വിട്ടില്ല, സ്ഥലം വിട്. അതുകൊണ്ടാ കൂതറ ബ്രാൻഡി അടിക്കരുന്ന് പറയുന്നത്. അതെ, എന്താ പ്രശ്നം? എന്തിനാ എല്ലാരും ഓടിക്കുന്നത്? നീ എങ്ങോട്ടാ വരുന്നേ? സ്വാമിയെ കാണാൻ ആശ്രമത്തിലേക്ക്. അത് നിനക്ക് എങ്ങനെ അറിയാം? വെള്ളം അടിച്ച് കൂമ്പോ നാട്ടുകാർ മൊത്തം കേൾക്കുന്നു. പിന്നെ ഞാൻ അറിയില്ലേ? കിടന്ന് ഉറങ്ങാൻ പറ്റിട്ട് വേണ്ടേ? ഇതാ മോളെ പറഞ്ഞേ, ഇവരൊന്നും വണ്ടിയെ കയറുമല്ല. നീ വാ, നമുക്ക് പോകാം. ഈ വണ്ടിയില്ല, ഞങ്ങളില്ല, ബൈക്കിൽ പോകാം. ഇതൊരുമാതിരി വാഴപ്പെട്ടിയിൽ ആണി അടിച്ച കേസാണല്ലോ. വണ്ടി എടുക്കാൻ നോക്ക. പെണ്ണുങ്ങളുടെ ബാഗ് പരിശോധിക്കുന്ന നല്ല സ്വഭാവമല്ല. ബാഗാണെങ്കിൽ ഒരു 50 പൈസ. എന്താ ഇയാളുടെ കയ്യിൽ കാശില്ലേ? മോനെ ബില്ലു, അച്ഛാ, ആ സ്കൂളിലെ പിള്ളേർക്കുള്ള ആഹാരം റെഡി അങ്കിളെ. ബില്ലിനോട് അങ്കിൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഫുഡും ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. അങ്കിൾ വിഷമിക്കണ്ട. ഇത് കൊള്ളാമല്ലോ. എടി മഹാഭാവി, എല്ലാം അവളാണ് ചെയ്തതെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റിമറിച്ചല്ലോ. നീയും സ്വാമിയെ കാണാൻ പോവാണോ? പോയിട്ട് വാ. അവിടുത്തെ സ്വാമിക്ക് നല്ല ജ്ഞാനമുണ്ട്. വരാൻ പോകുന്ന കാര്യം പ്രവചിക്കും. ബില്ലു, സ്വാമിയെ കാണുമ്പോൾ നമ്മുടെ പള്ളിക്കൂടത്തിന്റെ കാര്യം പറയാൻ. ശരി അച്ഛാ. സരസേ, ഞാൻ വണ്ടം വീട് വരെ ഒന്ന് പോയിട്ട് വരാം. നമ്മുടെ തങ്കമണിയില്ലേ, അവൻ നമ്മുടെ ബില്ലുവിന് വേണ്ടി ഒരു പെണ്ണിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വരട്ടെ. പോയിട്ട് വാ വാ. മോനെ എന്താ നീ പോന്നൊക്കെ കൊള്ളാം. ഞാൻ പറഞ്ഞത് മറക്കണ്ട. ഈ അമ്മയുടെ ഒരു കാര്യം. എന്റെ പൊന്നു മോനല്ലേടാ കുട്ടാ. അമ്മ പറയുന്ന കേക്ക്. എടി, അമ്മയുടെ കാര്യം പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല. എനിക്ക് വേണ്ട, എന്നോട് പറയാ അമ്മ. അത് വേറൊന്നുമല്ല മോളെ, ഇവന് പെണ്ണന്വേഷിക്കുന്നുണ്ട്, എങ്ങും ഒത്തു വരുന്നില്ല. പുള്ളിക്കാരനാണെങ്കിൽ ഈ ചെറുക്കന് വേണ്ടി ലോകത്തുള്ള നാട് മുഴുവനും ചുറ്റിക്കറങ്ങി നടക്കാം മോളെ. ഇവന് ചേരുന്ന തരത്തിലുള്ള ജാതകപ്പുറത്തുള്ള ഒരു പെണ്ണിനെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് എപ്പോ നോക്കിയാലും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ആ സ്വാമിയോടൊന്ന് പറയുകയാണെങ്കിൽ നല്ല ഏതെങ്കിലും ഒരു പെണ്ണിനെ തരില്ലേ? അമ്മ വിഷമിക്കണ്ട അമ്മേ, സ്വാമിയുടെ അടുത്ത് ചെല്ലുമ്പോ എല്ലാം ശരിയാക്കും. വീഴല്ലേ? എടി ആനപ്പുറം അല്ല, ഇത് ബൈക്കാണ്. ഇതിനോടൊന്നും പറഞ്ഞാലും മനസ്സിലാവില്ല. പോയടാ, വണ്ടി വിട് മോനെ. വൈകിട്ട് മാച്ച് ഉണ്ട്, മറക്കല്ലേ കേട്ടോ. ഞാൻ വന്നേക്കാം. നമസ്കാരം. നിനക്ക് എത്ര കോൾ ടാക്സി ഉണ്ട്? മൊത്തം 212 ഉണ്ട്. എല്ലാവർക്കും ടാറ്റ പറഞ്ഞു പോകുമ്പോ സമയം ഒരുപാടാവല്ലോ. ജനിച്ചു വളർന്ന സ്ഥലമാ സൂസി. സ്വന്തം ബന്ധമൊന്നും നോക്കാറില്ല. എല്ലാരും കൂട്ടക്കാരെ പോലെയാ. ഫ്ലാറ്റിലെ താമസക്കാരെ കണ്ടില്ലേ? തൊട്ടടുത്ത ആളുണ്ടെങ്കിലും കുത്തി മലത്തിയാലും അറിയില്ല. ഇവിടെ അങ്ങനല്ല. അയ്യോ പൊത്തോന്ന് വിളിച്ചാ എല്ലാരും ഇവിടെ പാഞ്ഞെത്തും. കഴിക്കുന്ന ചോറ്, സന്തോഷം, ദുഃഖം എല്ലാം പങ്കുവയ്ക്കും. അതാ വല്ലോ എനിക്കിവിടെ ഇഷ്ടമായത്. ചില സ്ഥലങ്ങളിലെ ആൾക്കാരൊക്കെ മുഖത്തോട് മുഖം നോക്കി പോലും സംസാരിക്കാറില്ല. ഇവിടെ എന്തായാലും അങ്ങനെയൊന്നും ഞാൻ കണ്ടില്ല. അല്ല സൂസി, സുമതി പറഞ്ഞായിരുന്നല്ലോ നിന്റെ അച്ഛൻ പട്ടാളക്കാരെ പോലെ കുറച്ച് സ്ട്രിക്റ്റ് ആണെന്ന്. ഞാൻ ഇന്ന് സന്തോഷമായിട്ടിരിക്കുമ്പോ എന്തിനാ ഇപ്പൊ അതൊക്കെ പറയുന്നേ? വീടിനകത്ത് ഇരിക്കുമ്പോ എസ്കോട്ട്, പുറത്തേക്ക് പോകുമ്പോ എസ്കോട്ട്. അയ്യോ, ഇനി അതെന്നെ ഓർമ്മിപ്പിക്കല്ലേ, അതങ്ങ് വിട്ടേക്ക്. പോട്ടെ, നീ ഇനി അതിന് മൂടോട്ടാകണ്ട. സൂസി, ഈ ഫോൺ എടുത്ത്. ഓക്കെ, ഞാൻ എടുക്കാം. ഹലോ, അങ്കിളെ. ദേ അങ്കിളാ വിളിക്കുന്നേ. സംസാരിക്ക. സേട്ടു സംസാരിച്ചു. അതൊന്നും കുഴപ്പമില്ല. ഞാൻ തന്നെ നേരിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ സോൾവ് ആക്കി. നമ്മുടെ സൊസൈറ്റിയിൽ എല്ലാവരും കൂടെ തീരുമാനിച്ച് കാര്യങ്ങളൊക്കെ പാസ്. എടാ, വണ്ടിയിലുള്ളതൊക്കെ എടുത്തു വെക്ക്. കൊള്ളാം, നല്ല ശാന്തതയല്ലേ? ഏയ്, വാ. ഏയ്, ഇന്ന് എല്ലാ കുട്ടികൾക്കും ഐസ്ക്രീം ഉണ്ടേ. ജോലിക്ക് പോയിരിക്കുക. സൂസി, മിസ് ബാംഗ്ലൂർ. ഇതാണോ മിസ് ബാംഗ്ലൂർ? ബാംഗ്ലൂർ മിസ് ചെയ്തെന്നാ. എന്താ നോക്കുന്ന സൂസി? കുട്ടികളെ, വന്ന ഗസ്റ്റിനെ നിങ്ങളാരും ശ്രദ്ധിക്കുന്നില്ലേ? കുട്ടികളുമായിട്ട് ഇടപഴകി കഴിഞ്ഞ സമയം പോകുന്നത് അറിയില്ല സൂസി. എന്റെ കാര്യം വിട്. അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഇവരുടെ കൂടെ ചേർന്ന് ക്രിക്കറ്റും പട്ടുകളൊക്കെ വാടാ, അതൊക്കെ നോക്കാം. വാ. ഇതാ നിങ്ങളെല്ലാവരും നോക്കൂ. നമ്മളെ നോക്കിയാണല്ലോ അത് വന്നുകൊണ്ടിരിക്കുന്നത്. മമ്മി, അവൻ നടന്നു വരുന്നത് കാണാൻ വളരെ മനോഹരമായിരിക്കുന്നു. അതിനെന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കൊണ്ടുപോകൂ. നമ്മൾ കൊണ്ടുവന്ന ബിസ്ക്കറ്റും ചോക്ലേറ്റും എല്ലാം വലിയ അറയിലേക്ക് കൊണ്ടുപോകൂ. മമ്മി, ഇത് കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു. മമ്മി, രക്ഷിക്കും മമ്മി. അയ്യോ, പിടിക്കാൻ വരുന്നത്. വാ, നമുക്ക് ഓടാം മമ്മി. വാ, വേഗം നോക്ക്, ഇവിടെ എല്ലാവർക്കും എന്നെ സന്തോഷമല്ലേ? ഈ ആശ്രമം ഇനി മോടി പിടിപ്പിക്കണം സൂസി. അവിടെ ഒരു ലൈബ്രറി നിർമ്മിക്കണം, ഹോസ്പിറ്റൽ നിർമ്മിക്കാൻ ഫൗണ്ടേഷനൊക്കെ റെഡിയാക്കി. ഒരുപാട് പ്ലാനൊക്കെ വെച്ചിട്ടുണ്ട്. നോക്കാം. എന്റെ മനസ്സ് നിറഞ്ഞ പോലെ. ഇതൊന്നുമില്ല സൂസി, സാമിയെ വന്നൊന്ന് കാണും. എന്തൊരു സമാധാനം കിട്ടുന്നറിയോ? വാ. ബില്ലു,
വരൂ വില്ലു. ഇത് സൂസിയ, ബാംഗ്ലൂരിൽ നിന്ന് സേട്ടുന്റെ വീട്ടിലേക്ക് വന്നിരിക്കുക. നമസ്കാരം. കുട്ടികൾക്ക് യൂണിഫോം എന്തെങ്കിലും വേണോ സ്വാമി? നേരത്തെ മുകുന്ദേട്ടൻ തന്നത് ഒരുപാട് ഇരിപ്പുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തന്നെ ചോദിച്ചോളാം. സ്വാമി, മറ്റൊരു കാര്യം, സ്കൂളിന്റെ പണി എപ്പോൾ കഴിയുമെന്ന് അച്ഛൻ ചോദിച്ചിട്ട് വരാൻ പറഞ്ഞു. ഉടനെ കഴിയും. ബിൽഡിംഗ് നിർമ്മിച്ച് 2 വർഷമായി, എന്നിട്ടും ഗവൺമെന്റ് ഓർഡർ പാസ്സായില്ല. 1 മാസത്തിനുള്ളിൽ എല്ലാം കഴിയും. ശരി സ്വാമി, ഞാൻ പിള്ളേരുടെ കൂടെ കുറച്ചു നേരം എന്നിട്ട് പോയിക്കോളാം. ആകട്ടെ. നിക്ക്, അമ്മ പറഞ്ഞത് ചോദിക്കണ്ടേ? എടി, അതൊന്നും ഇവിടെ പറയാ. എന്താണ് കാര്യം? പറയൂ ബില്ലു. അത് ഒന്നുമില്ല സ്വാമി, അതെന്റെ കല്യാണക്കാര്യത്തെ കുറിച്ചാ. അച്ഛൻ അന്വേഷിക്കാത്ത സ്ഥലമില്ല. ഏത് പെണ്ണിനെ കണ്ടാലും എനിക്ക് പൊരുത്തില്ലെന്നും പറഞ്ഞ് അച്ഛൻ തിരിച്ചു വരും. വീട്ടിലൊന്നും അച്ഛനും അമ്മയും വഴക്കുണ്ടാക്കുന്നതാണെന്നും വിഷമം തോന്നുക. അതുകൊണ്ട് പെണ്ണ് ഏത് ഭാഗത്തുനിന്ന് വരുന്നെന്ന് പറയുകയാണെങ്കിൽ അച്ഛൻ അന്വേഷിക്കാനായിട്ട് എളുപ്പമായിരിക്കും. പെണ്ണ് നിന്റെ അടുത്ത് തന്നെയുണ്ട്. സ്വാമി, ഇവളാ നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ്. എന്നാടാ പിള്ളേരെ ഒറ്റ വെക്കുന്നത്? ഓരോരുത്തരായിട്ട് ചോദിക്കും. എടാ പിള്ളേരെ, കുപ്പി താഴെ വീണ് പൊട്ടും, പറഞ്ഞേക്കാം. എടാ പിള്ളേരെ നിക്ക് 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 നിക്ക്, കാശ് എടുക്കടാ. കാശ് എവിടെ? റിക്ഷയിലോ? ആ നിർത്ത്. മൂന്നേട്ടൻ വരുന്നു, വീട് താഴെക്കടാ. നമസ്കാരം. സലാം ഭായി. മോനു, നിനക്കെന്താ വേണ്ടത്? അതൊന്നും വേണ്ട, വേറെ എന്തെങ്കിലും വാങ്ങ. വേണ്ട വേണ്ട വേണ്ട, പഠിക്കുന്ന പ്രായത്തിൽ ഗോലിയും പമ്പരമായിട്ടൊന്നും നടക്കും. പഠിക്കേണ്ട പ്രായത്താണ് ഗോലിയും പമ്പരോട്, പിന്നെ വയസ്സാവുമ്പോ പിള്ളേരൊന്നും പഴയതുപോലല്ല. ആ ശരി, നന്നായിട്ട് പഠിക്കണം കേട്ടോ. മുകുന്ദേട്ടാ, എന്താടാ ഇത്? വാടക പൈസ. ആഹാ, നിന്റെ വാടക ഇട്ടിട്ട് വേണം എനിക്ക് ചോറിനാ. അങ്ങോട്ട് പോടാ. കഴിഞ്ഞ മാസം തന്നില്ലായിരുന്നു. നല്ല കീറി അമ്മച്ചേരും പോയിക്കണം. വീട്ടിൽ നിറവേറുമായിട്ടൊരു പെണ്ണിരിക്കുമ്പോഴാണ് അവൻ വാടക കൊണ്ടിറങ്ങിയിരിക്കുന്നത്. നീ വണ്ടി എടുക്കടാ, പോടാ. അല്ല ഭായി, അങ്ങനെ നാട്ടിലുള്ള കുട്ടികൾക്കൊക്കെ മുട്ടായി വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടല്ലോ. ഓട്ടോക്കൂലി കൈ കൊടുത്തിട്ടും വാങ്ങിക്കുന്നില്ല. അതൊക്കെ വട്ടുണ്ടോ? നിങ്ങൾ ഈ സ്ഥലത്ത് പുതിയതാ അല്ലേ? അതെ. അതുകൊണ്ടാ ഈ സ്ഥലമൊക്കെ അയാളുടേതാണ്. വെറുതെ കൊടുത്തതാ. ഷോപ്പിംഗ് കോംപ്ലക്സ്, ഹാർബർ എന്ന് വേണ്ട. സർക്കാരിന് മൂന്തേട്ടനോട് വലിയ കാര്യം. കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ. എങ്ങനെ തോന്നണമെന്ന്? കണ്ടിട്ട് വളരെ സിമ്പിൾ ആയിട്ട് തോന്നുന്നു. നല്ല മനസ്സിന്റെ അടയാളവാ. എന്നോട് ചോദിച്ച പോലെ മറ്റാരോടും പോയി വട്ടാന്ന് ചോദിക്കില്ല കേട്ടോ. തല അരിഞ്ഞ് കൈവെള്ളയെ തരും. മനസ്സിലായോ? ഇത് മതിയല്ലോ. ഇതാ, നല്ല തലയുണ്ട്, വേണോ? വേണ്ട. ആടിന്റെ തല വേണമെന്നാ? വേണ്ട ഭായി.